ഞാൻ ഡോക്ടർ ബി ജയപ്രകാശ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഏവർക്കും അല്പം ചിന്തിച്ചാൽ ഭയത്തോടെ കാണുന്ന ഒരു വിഷയമാണ്. മറ്റൊന്നുമല്ല, പല പല രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഭീതിപ്പെടുന്ന ഒരു രോഗമാണ് ക്യാൻസർ. അതെ, ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ആർക്കും എപ്പോഴും ഇത് കൂടിക്കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ഇത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു രോഗമാണ്. അത് ഏകദേശം ഒരു 10-20% ഉള്ളായിരുന്നു പണ്ടുള്ള ആൾക്കാർക്കെങ്കിൽ ഇന്നിപ്പോൾ 80% ആൾക്കാർക്കും ഇനിയും ജീവിത ശൈലി മാറിയതിൻ്റെ ആകാം, ആഹാര രീതിയുടെ ആകാം, ചിന്താഗതിയുടെ ആകാം, ഇങ്ങനെ പല പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒരു 80% ആൾക്കാരിൽ ചെറുതോ വലുതുമായ രീതിയിൽ ക്യാൻസറിൻ്റെ സിംറ്റം ഉണ്ട് എന്നാണ് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ 2 കാരണങ്ങൾ കൊണ്ടാണ് ക്യാൻസർ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മുടെ സെൽസുകൾക്ക് ഉണ്ടാകുന്ന മൂല്യച്യുതി അല്ലെങ്കിൽ ക്ഷയത്താൽ, അതായത് ഫിസിക്കൽ ബോഡിയിലെ സെൽസുകളുടെ തകരാറാൽ ഉണ്ടാകാവുന്ന രോഗം ഉണ്ട്. അത് പകർന്നു വരുന്നതോ തലമുറകളായിട്ട് വരുന്നതോ അല്ലാതെയൊക്കെ ഉണ്ടാകാം. ഒരുപാട് ഡോക്ടർമാർ ക്യാൻസർ രംഗത്തുള്ള സുഹൃത്തുക്കളായിട്ട് എനിക്കുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പല ഹെൽത്ത് സെമിനാറുകളും നടത്താറുണ്ട്. അക്കൂട്ടത്തിൽ ഒരു പോർഷൻ, മനസ്സിൻ്റെ പോർഷൻ ഞാൻ കൈകാര്യം ചെയ്യും. ഫിസിക്കലായിട്ടുള്ള സയൻസ് പോർഷൻസൊക്കെ അതിൻ്റെ ആധികാരികമായിട്ടുള്ള ക്യാൻസറിൻ്റെ ഡോക്ടേഴ്സും കൈകാര്യം ചെയ്യും. അപ്പോൾ ഇതിൽ അവരും തുറന്നു സമ്മതിക്കുന്നൊരു കാര്യം, ഏകദേശം 80% മനസ്സിൻ്റെ പ്രശ്നങ്ങളും ജീവിതശൈലിയുമാണ് പല ക്യാൻസറസ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകാനുള്ളത്. അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് കടത്തിവിടുന്ന ആഹാരപദാർത്ഥങ്ങൾ നല്ലതോ ചീത്തയോ ആയിട്ടുണ്ടെങ്കിൽ അത് വയറിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കണ്ടമാനം നമുക്ക് എന്തുണ്ടാകുന്നു, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാറുണ്ട്. കോൺസ്റ്റിപ്പേഷൻ എന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു ടർബുലൻ്റ് എഫക്റ്റ്. ഇത് ഒഴിഞ്ഞു പോയെങ്കിൽ മാത്രമേ നമുക്ക് ആശ്വാസമാകത്തുള്ളൂ. വല്ലാത്ത അസ്വസ്ഥതയാണ്. അതായത് ഭക്ഷണത്തിൻ്റെ തകരാറുകൾ അത് കൂടിയാലും കേടുള്ളതും ഡെപ്പോസിറ്റ് ചെയ്താലും അതിലൂടെ ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ ഭയങ്കരമാണ്. ഇതേപോലെ മറ്റൊരു കോൺസ്റ്റിപ്പേഷനാണ് തോട്ട് കോൺസ്റ്റിപ്പേഷൻ. സ്ട്രെസ്സ് കൂടുമ്പോൾ ചിന്തകൾ കണ്ടമാനം നമ്മുടെ മനോമണ്ഡലത്തിൽ കോൺസ്റ്റിപ്പേഷൻ സൃഷ്ടിക്കുമ്പോൾ ഇത് നമ്മുടെ സിസ്റ്റത്തെ കണ്ടമാനം ബാധിക്കുന്നു. ഇത് ക്രമാനുഗതമായ നമ്മുടെ രക്തത്തിൻ്റെ ചംക്രമണ വ്യവസ്ഥയെ സ്വാധീനിക്കുന്നു. പല പല ഏരിയകളിലും കൃത്യമായി രക്തവോട്ടം കിട്ടാതെ വരികയും ഉത്കണ്ഠയാൽ അവിടെ എത്തനിക് പാച്ചസ് ഉണ്ടാകുകയും അതിലൂടെ ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരുപാട് സാധ്യതകളാണ് ആധുനിക ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ വലിച്ചു കയറ്റുന്ന സംഗതികളാണ് പലപ്പോഴും രണ്ടാമത്തത്. അതായത് തോട്ട് കോൺസ്റ്റിപ്പേഷനിലൂടെ സപ്രസ് ചെയ്യപ്പെടുന്ന വികാരങ്ങളിലൂടെ നമ്മുടെ ബോഡിയിൽ സംജാതമാകുന്ന ജനറേറ്റ് ചെയ്യപ്പെടുന്ന പല ബാഡ് ഹോർമോൺസും ക്യാൻസറസിലേക്ക് നയിക്കുന്നു. അതായത് ചിലരോടുള്ള സ്പർദ്ധകൾ, നമ്മൾ തന്നെ സ്വയം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് നടക്കുന്ന കുശുമ്പും കുന്നായ്മകളും, നല്ല മനസ്സിന് ഉടമകളല്ലാതെ ജീവിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ പുറമേ നോക്കുമ്പം യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഒരു വ്യക്തികളുടെ ചിന്തകൾ എത്രത്തോളമാണോ അയാളെ സ്വാധീനിക്കുന്നത് അതനുസരിച്ചുണ്ടാകുന്ന തോട്ട് കോൺസിക്വൻസിലൂടെ ഒരുപാട് ക്യാൻസറിനുള്ള സാഹചര്യങ്ങൾ കൂടി വരുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് നമുക്കറിയാം, നമ്മുടെ നിയന്ത്രണത്തിലല്ല ഫിസിക്കൽ ബോഡിയിലുള്ള തകരാറ് കൊണ്ട്, സെൽസിൻ്റെ വ്യതിയാനം കൊണ്ട് ഒക്കെ ഉണ്ടാകാവുന്ന ക്യാൻസർ രോഗം. അത് ഏകദേശം 20% ഉള്ളൂ എങ്കിൽ 80% ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ തന്നെ സ്ട്രെസ് മുഖാന്തരവും ജീവിതശൈലി മുഖാന്തരവും അല്ല ചിന്തകളിലേക്ക് കടത്തിവിടുന്ന നെഗറ്റീവ് ചിന്തകളുടെ കോൺസ്റ്റിപ്പേഷൻ, പൊള്യൂഷൻ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് മനസ്സിനെ കൃത്യമായ രീതിയിൽ ചിട്ടയോടുകൂടി ബാലൻസ് ചെയ്യുന്നതിലൂടെ, സ്ട്രെസ് ഇല്ലാത്ത ഒരു ജീവിത ശൈലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ക്യാൻസറിൽ നിന്നും മുക്തി നേടാനുള്ള സാഹചര്യം നമുക്ക് സജ്ജാതമാക്കി എടുക്കാൻ സാധിക്കും. അതിന് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റം വരുത്തുക, പ്രത്യേകിച്ചും ചിന്താഗതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ഋതത്തിൽ, താളത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ പേടിപ്പെടുത്തുന്ന മാരകമായ ഒരു രോഗത്തിൽ നിന്നും നമുക്ക് മുക്തി നേടാനാകും. മറ്റൊന്ന്, ആദ്യം തന്നെ ഇതിനധികം പേടിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. സാധാരണ രോഗം പോലെ തന്നെ സെൽസുകൾക്കുണ്ടാകാവുന്ന മൂല്യച്യുതി എല്ലായിടത്തും ഉണ്ടാകാം എന്നുള്ള ഒരു ധാരണ വെച്ച് പുലർത്തുകയാണെങ്കിൽ എത്രയോ ട്രേസ് ചെയ്ത കേസ് പോലും, ക്യാൻസർ ഉള്ളവർ പോലും ഈ ഒരു ചിന്താധാരയിലൂടെ മുക്തിയിലേക്ക് എത്തിയിട്ടുമുണ്ട്. അപ്പം മരുന്നിനൊക്കെ 20%
ഫലമുള്ളതെങ്കിൽ 80% നിങ്ങളുടെ വിശ്വാസവും മനഃശാന്തി നിലനിർത്തുന്നതിലൂടെയാണ് ഇതേപോലെയുള്ള മാരകമായ ഏത് രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ സാധിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഇന്ന് വിട പറയുന്നു. എൻ്റെ നമ്പർ 9447036859. All the best. Thank you.